ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് കുറച്ച് താമസിച്ചാണ് ഏറ്റവും ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളിലൊന്നും മെയിനായിട്ട് പോകണ്ടാത്തതുകൊണ്ട് കുറേ നേരം കിടന്നുറങ്ങിയായിരുന്നേ. അപ്പോൾ ഇന്ന് കുറേ ജോലികളുണ്ടായിരുന്നു. എന്തോ തുണി നനയ്ക്കണം, വീടും വരെയൊക്കെ തൂത്ത് തുടയ്ക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് പൂരി ഉണ്ടാക്കിയെല്ലാം വെച്ചിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു. കാരണം ഇത് പൂരിയോ ചപ്പാത്തിയോ ഒന്നും ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കേസ് അത്രയ്ക്ക് ചൂടാണ്. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ കുളിക്കേണ്ടി വരും. അപ്പം ഞാൻ ഓർത്തുനിന്ന് പൂരിയും കിഴങ്ങറിയാക്കാമെന്ന് രാവിലെ തന്നെ ഞാൻ കിഴങ്ങ് കുക്കറിൻ്റെ അകത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ സാധാരണ കിഴങ്ങറി ഉണ്ടാക്കുന്ന പോലെ, ഈ പൂരി മസാലയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ കടുക് വറക്കുക, കുറച്ച് ഉഴുന്ന് പരിപ്പിടുക, കുറച്ച് തുവരപ്പരിപ്പിടുക, കടുകിടുക. അതിന് ശേഷം ഈ വഴറ്റാനുള്ള സാധനങ്ങളില്ലയോ, പച്ചമുളകും കുഞ്ഞുകുഞ്ഞാന്ന് വെച്ച സവാളയും കൂടെ കേട്ടോ വഴറ്റിയെടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് കുറച്ച് വെള്ളം പരിവാക്കി ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് വെന്ത് കുറുക്കി വറ്റി വരുമ്പോൾ അതൊന്ന് ഓക്കെ ആകും. എന്നിട്ട് നമ്മൾ അതും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ വേണ്ട ഈ പൂലൊക്കെ ഇട്ട് കേട്ടോ. നല്ല പൂരിക്ക് ഇത് കഴിക്കാൻ നല്ല എന്നിട്ട് എളുപ്പം ഞാൻ പൂരിയുടെ മാവ് കഴിച്ചു. ഷേപ്പൊന്നുമില്ല കേട്ടോ, പൂരിക്ക് ഷേപ്പൊന്നും ഇല്ലാന്ന് നോക്കരുത്. ഷേപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ട്. അത് എളുപ്പം ഞാൻ പൂരി ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ മീനൂട്ട് തന്നെ പൂരി ഉണ്ടാക്കുമ്പോൾ പൊങ്ങാൻ പാടില്ല. അത് പൊങ്ങാതിരിക്കാനാകുന്നേ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബൗൾ വന്ന് പൊങ്ങുന്നുണ്ട്. മീൻ മോനിങ്ങനെ പൊങ്ങുന്നത് ഇഷ്ടമേ അല്ല എന്നോട് പറയും. എനിക്ക് പക്ഷേ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന പൂരിയാണ് ഇഷ്ടം. അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ പൂരികളെല്ലാം ഉണ്ടാക്കിയെടുത്തു. പൂരിയെല്ലാം ഉണ്ടാക്കിയെടുത്തപ്പോൾ തന്നെ ഞാൻ ആകെ വിയർത്ത് കുളിച്ച് പോയി. ഇഷ്ടം കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ പൂരി ഒന്ന് കരിഞ്ഞു പോയി. ഇതിട്ടിട്ട് ഞാൻ മീനും മോനെ ഉണർത്താൻ പോയതാണ്. അപ്പോഴത്തേക്ക് പൂരി കരിഞ്ഞു. എന്നിട്ട് ഞാൻ മീൻ കഴിച്ചില്ലേ. മീൻ എഴുന്നേറ്റ് വന്ന് അവിടെ കുത്തിയിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അപ്പോഴത്തേക്ക് കഴിച്ചു. നിങ്ങൾ എൻ്റെ പോലെ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്നും ഓർക്കണ്ട. ഞാൻ മാലയും കമ്മലും എല്ലാം ഊരി വെച്ചേക്കണം. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അത്ര ചൂടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ മീനിനോട് ഞാൻ മീൻ പറയും എന്തൊരു കോലം എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ എളുപ്പം ഞാൻ വീടും വരെയൊക്കെ തൂത്തുവാരിയൊക്കെ ഇട്ട് അതിന് ശേഷം ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷം ഉച്ചക്കത്തേക്ക് പയറ് മെഴുക്കുരട്ടിയും വെച്ച് കുറച്ച് ഈ മീനില്ലേ, എൻ്റെ പേരെന്തുവാ, വേളൂരി, ആ മീനായിരുന്നേ. അത് വാങ്ങിച്ച് വറുത്തു, പരിപ്പ് കറിയും വെച്ചു. പിന്നെ ഇന്നലത്തെ കുറച്ച് കൊഞ്ച് വറ്റിച്ചതും ഉണ്ടായിരുന്നേ. ഉണക്ക കൊഞ്ച് വറ്റിച്ച് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അതും കൂട്ടി ഞാൻ ആവശ്യമായിട്ട് വെച്ചിട്ട് ചോറുണ്ടു. ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെയുള്ളത്. നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തന്നെ ബെല്ലൈക്കണും കൂടി കൊടുക്കണേ. ഓക്കെ, ടാറ്റ ബൈ ബൈ.